ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്ന് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇതെല്ലാം നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ എൻ്റെ കാർഡ്സിനെ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഹോളി സ്പിരിറ്റിനെ ഞാൻ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ട് തന്നെ റീഡ് ചെയ്യുവാൻ സഹായിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസ് ഇപ്പോഴുള്ള ജീവിത സാഹചര്യം, എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജീവിത സാഹചര്യം. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമോഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യമില്ലാത്ത ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ഈ കുടുംബവുമായി ബന്ധിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ നിങ്ങളെ ബന്ധിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ, ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ആ ചില ബന്ധങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫാമിലി ആണെങ്കിൽ അത് നിങ്ങളെ ഈ റിലേഷനുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇമോഷണൽ പരമായിട്ടും സാമ്പത്തിക പരമായിട്ടും നിങ്ങളിവിടെ ബന്ധിക്കപ്പെട്ട് അനങ്ങാൻ പോലും വയ്യാതെ നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. റെസനേറ്റ് ആകുന്നവർ ദയവായി കമൻറ്റിൽ കൂടി നിങ്ങൾ അറിയിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? സാമ്പത്തികവുമായി എന്ത് ബുദ്ധിമുട്ടിൽ കൂടിയാണ്, എന്ത് സാഹചര്യത്തിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഡെത്ത് ആൻഡ് റീബർത്ത്, ഓൺ ആൻഡ് ഓഫ് പോലെയാണ് നിങ്ങളുടെ സാമ്പത്തികം വന്നു പോകുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ശൂന്യമായി പോകുന്ന ഒരു അനുഭവം ലഭിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും പച്ച പിടിച്ചു വരുന്നു, വീണ്ടും ശൂന്യമായി പോകുന്ന ഒരു എനർജി. വളരെ സ്പീഡിന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സാമ്പത്തികം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകുന്ന ഒരു എനർജി. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ്. വാണ്ടെന്ന് പറയുമ്പോൾ വളരെ സ്പീഡിന് നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികം വരാതിരിക്കുന്നില്ല, വരുന്നുണ്ട്. പക്ഷേ വരുന്നത് പോലെ തന്നെ അതിന് ഡെത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം ഇതാണ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നാലും ജോലി, ഇപ്പോൾ സാമ്പത്തികം നിങ്ങളൊരു ബാങ്കിൽ ശരി നിങ്ങൾക്ക് ലോണ് കിട്ടും, അത് കിട്ടും എന്നൊക്കെ നിങ്ങളടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ച് എല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യലാണ്. അവസാനം അത് കിട്ടുന്നില്ല എന്നുള്ളൊരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും അത് തന്നെയാണ്. നിങ്ങൾക്കാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും, 2 ദിവസവും കൂടി, 1 ദിവസവും കൂടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവസാനം പറയും അത് ഡെത്തായി പോയി, അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം. ഓക്കെ, അടുത്ത് നമുക്ക് ചോദിക്കാം, നിലവിൽ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധി എന്താണ്? എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഗോ വിത്ത് ഫ്ലോ, ഫൂളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് സോഡിൻ്റെ എനർജി. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് വ്യക്തമായ ഒരു അറിവും ഇല്ലാത്ത
സ്ഥിതി. ഓക്കെ, ഇപ്പം സാമ്പത്തികമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വിവാഹ കാര്യത്തിലാണെങ്കിലും എന്ത് തീരുമാനം എടുക്കുന്ന തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളായി പോകുന്നും ഉണ്ട്. ഫൂളിൻ്റെ എനർജി അതാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില കുഴികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലത് നിങ്ങളെ കുഴികളിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു തീരുമാനം, നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം, മാനസിക നഷ്ടം, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് മുന്നോട്ട് കാണാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും പറ്റാത്ത ഒരവസ്ഥയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഫൂളിൻ്റെ കാർഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്വപ്നം കാണുന്നതെല്ലാം, ഓക്കെ, നിങ്ങൾ സ്വപ്നം കണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങിത്തിരിക്കുമ്പോഴെല്ലാം ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടും അല്ലെങ്കിൽ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. സാമ്പത്തികം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മുന്നോട്ട് ഒരു വഴിയുമില്ലാതെ വഴി അടയ്ക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കും ചില കാര്യങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അത് സാമ്പത്തികം അതിൻ്റെ ഇട്ടതിന് ശേഷം മുന്നോട്ട് അത് പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കടം പലിശയ്ക്ക് എടുത്തിട്ടായിരിക്കാം നിങ്ങളൊരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നു, മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലതും വിഡ്ഢിത്തരമായി പോകുന്നു. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഹാങ്ഡ് സിറ്റുവേഷൻ, കുറച്ച് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ശുഷ്കാന്തി പിന്നീട് കാണുന്നില്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഓപ്പൺ ആകുന്നില്ല, എന്താണെന്ന് ഒന്നും കാണുന്നില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനവും കാണുന്നില്ല. വെയിറ്റിങ്ങിൽ എന്തിനിറങ്ങി തിരിച്ചിരുന്നാലും അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. ഒരു ടാരോ കാർഡ് റീഡിംഗ് എടുത്തിരുന്നാലും പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നല്ലാതെ നിങ്ങൾ എവിടെ ചെന്നിരുന്നാലും വെയിറ്റിംഗ് എന്നുള്ളൊരു മെസ്സേജ് അല്ലാണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും ഇപ്പോൾ നേരിടുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധി. ഓക്കെ, അടുത്ത നമുക്ക് ചോദ്യം ചോദിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ അനുഭവിക്കുന്നതായ ഈ സിറ്റുവേഷനിലെല്ലാം ഒരു മാറ്റം എൻ്റെ വ്യൂസിന് ഉണ്ടാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനൊരു മാറ്റം ഉണ്ടാകുമോ? യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിനൊരു മാറ്റം ഉണ്ടാകുമോ? താങ്ക് യു. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വരുന്നത്. ആരും എൻ്റെ കാർഡ് റിവേഴ്സ് ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ റിവേഴ്സ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കരുത്. കാരണം ഞാൻ സിംഗിൾ കാർഡ് റീഡിംഗ് അല്ല, ഞാൻ ഡബിൾ കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് എൻ്റെ കാർഡ് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇരിക്കുന്നത്. അത് കാരണം എനിക്ക് ശരിയായി എടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഉത്തരവാദിത്ത കുറവ് കാരണമാണ് കാർഡ് തലകീഴായി വരുന്നത്. അതിന് യൂണിവേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഡബിൾ കാർഡ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത് നിങ്ങളടുത്ത് ചോദിച്ചത് ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. ഒരു വിജയം നിങ്ങളെ തേടി എത്തും. ഈ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത് എന്തിൻ്റെ പ്രകാശമാണ്? നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഒരു പ്രകാശം നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ച് തുടങ്ങും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴാണോ ശാന്തമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നത്, നിങ്ങൾ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക, നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾ വെപ്രാളപ്പെട്ട് മാനസികമായി നിങ്ങൾ വെപ്രാളപ്പെട്ട് മാനസികമായി തകർന്നുകൊണ്ട് ഒരു കാര്യത്തിലും നിങ്ങളെടുത്ത് പുറപ്പെടരുത്. മറ്റുള്ള ചില വ്യക്തികൾ നിങ്ങളടുത്ത് വന്ന് അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനും അതിൻ്റേതായ സമയമുണ്ട്, ഞാൻ ചെയ്യാം, അതിനെനിക്ക് കുറച്ച് ആലോചിക്കണം എന്ന് നിങ്ങൾ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നു.
നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് തിരികെ കിട്ടും. നിങ്ങൾക്ക് ഉയർന്ന് പഠിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്താണോ നിങ്ങൾ തകർന്ന് തരിപ്പണമായി ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും. നിങ്ങൾ നെഗറ്റീവായിരുന്ന പല തോട്ടുകളും നിങ്ങളെ വിട്ട് അകന്നു പോകും. ഓക്കെ, സണ്ണ് വന്നതോടുകൂടി നിങ്ങൾക്കത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, സാമ്പത്തിക വഴി നിങ്ങൾക്ക് തുറന്നു വരുമോ? എൻ്റെ വ്യൂസിന് സാമ്പത്തിക വഴി തുറന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം സംഭവിക്കുമോ? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. തീർച്ചയായിട്ടും കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. വളരെ സ്പീഡിന് തന്നെ നിങ്ങൾക്കൊരു സാമ്പത്തിക മാറ്റം നിങ്ങൾക്ക് വരും. ഓക്കെ, ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൽ ഒരു പരിഹാരം വരും. ഇവിടെ കിങ് ആണ് വന്നിരിക്കുന്നത്. കിങ് എന്തായാലും ദാരിദ്ര്യത്തിൽ പോകത്തില്ലല്ലോ. തീർച്ചയായിട്ടും കിങ്ങിൽ സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ ഒരു കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രീൻ കളർ കാണിക്കുന്നത് ഗ്രോത്തിനെയാണ്. റെഡ് കളർ കാണിക്കുന്നത് നിങ്ങളുടെ പാഷനെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ ഇവിടെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. തളർത്ത് വരുന്നുണ്ട്. എല്ലാം കരിഞ്ഞു പോയിട്ടുള്ള സാമ്പത്തികമെല്ലാം ഇവിടെ തളർത്ത് വരുന്ന ഒരനുഭവമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അധികാരങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ രണ്ടിലും നിങ്ങൾക്ക് ഗ്രോത്താണ് വരുന്നത്. നമുക്ക് രണ്ടുപേരും കമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് കമ്പിലും ഗ്രോത്താണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ വിജയം. ഓക്കെ, ഇവിടെ വിജയം വരുന്നുണ്ട്. അതിവേഗത്തിൽ തന്നെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ കരസ്ഥമാക്കുന്നതാണ്. സാമ്പത്തികം ഏത് നിലയിലാണോ നിങ്ങൾക്കിപ്പം പുറത്തു പോകണമോ, ഗൾഫിൽ പോകണമോ, നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോകണമോ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും കമ്പനികൾ നിങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് വേണമോ, ഗവൺമെൻറ് ജോലിയാണോ, നിങ്ങളിപ്പോൾ ഏത് ജോലിക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇല്ല നിങ്ങൾക്ക് സാധാരണമായിട്ടുള്ളൊരു ഒരു കട ഇട്ട് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമോ, എന്തും നിങ്ങൾക്കിവിടെ എന്തും നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ ഇതുവരെയും കോൺഫ്ലിക്റ്റായി കൊണ്ട് നടന്നിട്ടിരുന്ന അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികളുമായി വഴക്കിട്ടിരുന്ന് നിങ്ങൾ അവസാനിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ ഒത്തുതീർപ്പ് വരുന്നു. ഇവിടെ ഒരു കൂട്ടായ്മ വരുന്നു. സാമ്പത്തികം, 3 ഓഫ് പെൻറ്റിക്കിൾ സാമ്പത്തികത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഒത്തൊരുമയോടുകൂടി ചില കാര്യങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, സാമ്പത്തിക മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നു. കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ മാറ്റി നിർത്തുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഈ റീഡിങ് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങളിപ്പോൾ ഈ റീഡിങ് കണ്ടതിന് ശേഷം ഇന്ന് കണ്ടു നാളെ മറ്റന്നാ തൊട്ട് നിങ്ങൾ വെപ്രാളപ്പെടും. അയ്യോ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. ഞാൻ ഉപമയാണ് പറയുന്നത്, ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉപമയാണ് പറയുന്നത്. മെയിലായാലും ഈ കേൾക്കുന്നത് മെയിലായാലും ഫീമെയിൽ ആയാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം എന്നത് ഒരു ഭ്രൂണമാണ്. ഓക്കെ, ഒരു കുഞ്ഞാണ്. ആ വിശ്വാസത്തെയാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് വഴി ഞാൻ ഉൾപ്പെടെയുള്ള പല ടാരോ റീഡറും നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അതൊരു ചെറിയ ഭ്രൂണമാണ്. ആ ഭ്രൂണത്തെ നിങ്ങൾ ഒരു പ്രഗ്നൻ്റ് സമയത്ത് ഒരു ലേഡിയോട് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ശരീരം സൂക്ഷിക്കണം, അധികം ടെൻഷൻ ആകാൻ പാടില്ല, നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണം, ഈ സമയത്ത് ശരീരം നോക്കി വളരെ സാവധാനത്തിലും ആരോഗ്യം സൂക്ഷിച്ച് നടക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വിശ്വാസമാകുന്ന കുഞ്ഞിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് ഒന്നും നടന്നില്ല, ഇത് നടക്കുമോ എന്ന് തോന്നുന്നില്ല, കുറേ നാളായി പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ
കുഞ്ഞിനെ എന്ന് വെച്ചാൽ വിശ്വാസം എന്ന കുഞ്ഞിനെ നിങ്ങൾ അബോഷനാക്കി കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാത്തത്. അപ്പം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഡോക്ടർമാർക്കല്ല, നിങ്ങൾക്കാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ടാരോ റീഡർ നമ്മൾ ഡോക്ടർമാരാണ്. നമ്മൾ നിങ്ങളുടെ ആ കുഞ്ഞ് പുറത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നതെന്ന് ദയവായി ഒന്ന് കേൾക്കുക. ഓക്കെ, അപ്പോൾ അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവർ ഹെൽത്ത് പരമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ജഗിൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു. നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റുക. നിങ്ങൾ പരാജയപ്പെട്ടു പോയ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭ്യമാകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ആഗ്രഹിക്കുന്ന ജോലി എൻ്റെ വ്യൂസിന് ലഭ്യമാകുമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ആഗ്രഹിക്കുന്ന ജോലി എൻ്റെ വ്യൂസിന് ലഭ്യമാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ആഗ്രഹിക്കുന്ന ജോലി ലഭ്യമാകുമോ? 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ദ വേൾഡിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. വിദേശ യാത്രയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വേൾഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പുറം ലോകത്തേക്ക് കടന്നു പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു വലയത്തിൽ നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി നേടാൻ സാധിക്കും. ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ട്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാത്തിരുന്ന് ചില ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങൾ സൂക്ഷിക്കുക, എടുത്തു ചാടി ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇവിടെ ഈ ഒരു വ്യക്തിയെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകും, ഒന്ന് കേൾക്കുന്നതിന് മുമ്പ് അവർ ആ ജോലി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം പിറകിലോട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു തീരുന്നില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആ വ്യക്തി ആ സാധനങ്ങളും പറക്കിക്കൊണ്ട് ഓടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മളൊരു കാര്യം പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഓക്കെ, രണ്ടാമതായി ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി കറക്റ്റിനാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ആ വാളുകൾ പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന നമുക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ആ ജോലി കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാതിരിക്കുക. ഓക്കെ, നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, നമുക്ക് മാനഹാനി വരാതെ നിങ്ങൾ ശ്രദ്ധാപൂർവം അത് ചെയ്യുക എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, ചെയ്യുന്ന ജോലി പൂർത്തീകരിച്ചു കൊണ്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, കുറച്ച് വാളുകൾ മാത്രം എടുത്തുകൊണ്ട് ഓടുന്നു, ബാക്കിയുള്ളത് അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഇഗ്നോർ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയ ജോലിയിൽ നിന്നും നിങ്ങളെ ഇഗ്നോർ ചെയ്യുവാനുള്ള സാധ്യത വരുന്നത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടാണ് എന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ജോലി കാത്തിരുന്ന് കിട്ടുന്ന ജോലി നിങ്ങളായിട്ട് തള്ളിക്കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കൂടിയാണ് യൂണിവേഴ്സ് നൽകുന്നത്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിദേശ യാത്രയിലേക്ക് കടന്നു പോകുവാൻ സാധിക്കും എന്നാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസുകൾ വരും. നിങ്ങൾക്ക് ഉടൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വിദേശ യാത്ര കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോടൊപ്പം ദൈവിക സാന്നിധ്യമുണ്ടോ? എന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനോടൊപ്പം ദൈവിക സാന്നിധ്യമുണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോടൊപ്പം ദൈവിക സാന്നിധ്യം ഉണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണുള്ളത്. തീർച്ചയായിട്ടും ദൈവിക സാന്നിധ്യം നിങ്ങളെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഈ ബാക്കിയുള്ള കപ്പിനെ കഴിയും ഈ ഒരു കപ്പിനെ
ദൈവിക സാന്നിധ്യത്തിൽ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് വാണ്ട് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൽ ദൈവിക സാന്നിധ്യം ലഭ്യമാണോ? തീർച്ചയായിട്ടും നിങ്ങളിൽ ദൈവിക സാന്നിധ്യം ലഭ്യമാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളാണ് നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ദൈവിക സാന്നിധ്യം നിങ്ങളിലേക്കുണ്ട്, പക്ഷേ നിങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഭയമാണ് നിങ്ങളിൽ ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഒരു മറ്റൊരു രൂപം. ഓക്കെ, മറ്റൊരു രൂപത്തെ ഇവിടെ കാണാം, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യാവസ്ഥയെ നിങ്ങൾ കാണുന്നതിന് പകരം നിങ്ങൾ കാണുന്നത് മിഥ്യയെയാണ്. അപ്പം നിങ്ങൾ വിചാരം എന്താണ്? എനിക്ക് ദൈവികമായിട്ടുള്ളൊരു സാന്നിധ്യമില്ല, ദൈവം എന്നെ കൈവിട്ടോ, എന്നെ എന്താണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്, അപ്പം ദൈവം നല്ലത് തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിക്കുന്നു, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വിചാരങ്ങളിലാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എപ്പോഴും നിങ്ങൾക്ക് നീതി നൽകുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ചെയ്യുന്ന കൂലിക്ക് പ്രതിഫലം തരുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ തോട്ടാണ് തിരിഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങളുടെ വിചാരം നെഗറ്റീവായി പോയതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ അനുഭവപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം, നിങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ദൈവികമായ ആത്മാവ് നിൽക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. 7 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഒരു പക്ഷേ ദൈവത്തിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾ തള്ളി പറയുമായിരിക്കും, ദൈവത്തിന് എന്നെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ദുഃഖം വന്നു, ഞാൻ ഇനി നിൽക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കഥയുമില്ല, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു പക്ഷേ ദൈവത്തിൽ നിന്നും അകന്നു പോകുമായിരിക്കാം. ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്കിനിയൊന്നും വയ്യ, ഞാൻ തളർന്നു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾ തളർന്നു പോയി വ്യക്തിയാണെങ്കിൽ ദൈവം ഒരിക്കലും തളർന്നു പോകുന്നില്ല. നിങ്ങൾ എവിടേക്ക് പോയിരുന്നാലും ശരി തന്നെ, നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ദൈവിക ആത്മാവ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകാത്തതിന് കാരണം നിങ്ങളിവിടെ നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ഒരു കാർഡെന്ന് പറയുന്നത് ന്യൂട്രൽ കാർഡാണ്. ആ കാർഡിലല്ല, നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയിലാണ് ഇവിടെ ബ്ലാക്ക് എനർജി ഉള്ളത്. ബ്ലാക്ക് എനർജി എന്ന് പറയുന്നത് പുറമേ നിന്നും ആരും ചെയ്തു വയ്ക്കുന്ന എനർജി അല്ല, ഇത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന എനർജിയാണ്. അത് നമ്മുടെ തോട്ടിലൂടെ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെ വരുന്ന നെഗറ്റീവ് എനർജിയാണ് നമ്മളെ ദൈവത്തിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്ക് തോന്നും ദൈവം നമ്മളിലില്ല, ദൂരോട്ടാണ് എന്ന് വിചാരിച്ച് നമ്മളുടെ തോട്ടാണത്. ഞാൻ ദൂരെയാണ്, ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നത് നമ്മുടെ തോട്ട് മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ പൊതിഞ്ഞുകൊണ്ട് ദൈവം എപ്പോഴും കൂടെ ഉണ്ട് എന്ന് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 7 ചക്ര മെഡിറ്റേഷൻ ഇവിടെ ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഫീല് നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, താങ്ക് യു. അടുത്ത് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു പോകുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്. ഇതുവരെയും തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിന്നിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ പാഷനും സ്നേഹവുമായിട്ടുള്ള നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെയും കണ്ണുകൾ കെട്ടിപ്പൂട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ തേർഡ് പാർട്ടികൾ അപ്പുറവും ഇപ്പുറവും നിന്ന് ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെയും തേർഡ് പാർട്ടി നിൽക്കുകയാണ്. 1 2 3 3 തളിരുകൾ. ഇത് തേർഡ് പാർട്ടി കമ്പനിയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും 1 2 3 തേർഡ് പാർട്ടി കമ്പാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും 1 2 നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ സെലക്ട് ചെയ്തു. ഇതുവരെയും എന്തായിരുന്നു സംഭവിച്ചത്?
ഇതുവരെയും സംഭവിച്ചിരുന്നത് തേർഡ് പാർട്ടികൾ അപ്പുറവും ഇപ്പുറവും നിന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിങ്ങളുടെ ഭാഗത്ത് നോ പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെലക്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് യൂണിവേഴ്സ് അവരുടെ ഉള്ളിൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് സ്നേഹം തോന്നുന്നു, നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു ഫീല് ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജി. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്ന എനർജിയാണ് വരുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഫാമിലിയുടെ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളെ ഇപ്പോൾ അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നു. ഒരു പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അവരുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാണണമെന്നെല്ലാം അവരുടെ മനസ്സ് കൊതിക്കുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. കുട്ടികളെ മിസ്സ് ചെയ്യുന്നതായി കാണുന്നു. അതുപോലെ തന്നെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പുറത്ത് ആയിപ്പോയോ എന്നവർ ചിന്തിക്കുന്നു. അതോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ പുറത്തായിപ്പോയോ എന്ന് ചിന്തിക്കുന്നു. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് നമുക്ക് നോക്കാം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഓരോരോ കാർഡാണ് എടുക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്? ഓക്കെ, 2 ഓഫ് കപ്പിൻ്റെ എനർജി ആയിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഹെൽത്ത് ആയിരുന്നു. ഓക്കെ, എന്തെങ്കിലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഗ്രോത്തും സ്ട്രെങ്ത്തും ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെ ക്ലാരിഫൈ ചെയ്തോട്ടെ പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഓക്കെ, അത് നിങ്ങളുടെ ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, ഈ ഒരു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങളെ സമ്മാനിക്കുന്നു. ഈ ഒരു നിമിഷം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും മധുരമായിട്ടുള്ള നിമിഷമായി തന്നെ നിങ്ങൾ ഇപ്പോഴും അതിനെ കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. ഈ ഒരു നിമിഷം ഇനിയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഇപ്പോൾ പ്രസൻറ്റ് എന്താണെന്ന് നോക്കട്ടെ. പ്രസൻറ്റ്, എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള പ്രസൻറ്റ് എന്താണ്? അത് ശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ ജഡ്ജിമെൻറ്റ്. ചില വ്യക്തികൾ ഇവിടെ കോടതി കേസുമായി നടക്കുന്നു. ഓക്കെ, ഇതുപോലെ സ്നേഹത്തോടെ ഇരുന്ന ചില വ്യക്തികൾ ഇപ്പോൾ കോടതി കേസുമായി നടക്കുന്നു. നീതിക്ക് വേണ്ടി രാപകൽ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിലവിളിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില വ്യക്തികൾ ഹീലാകുന്നതിന് വേണ്ടി, സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. മറ്റു ചില വ്യക്തികൾ വീണ്ടും റീബർത്ത് ഉണ്ടാകണമേ എന്ന് നിങ്ങളിപ്പോൾ നിലവിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിലവിളിച്ച് കരയുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് തിരികെ വേണമെന്ന്. അത് സാമ്പത്തികമാകാം, ജോലിയാകാം, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള ജീവിതമാകാം. ഇതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എനർജി. ഓക്കെ, റെസനേറ്റ് ആകുന്നവർ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകുമെന്ന്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ കൂടി, ഫ്യൂച്ചറിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുമെന്നാണ് യൂണിവേഴ്സ്
യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. 3 ഓഫ് കപ്പിൻ്റെ എനർജി. ഓക്കെ, നിങ്ങൾക്ക് അതിലൊരു സന്തോഷം വരും. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള അടിയും വഴക്കും ടെൻഷനുമായിട്ട് നിന്നിരുന്ന ആ കാര്യങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ വരും. ഓക്കെ, 3 ഓഫ് കപ്പ്, സന്തോഷം. വീണ്ടും കപ്പ് ഇവിടെ ഒന്നാകും. ഓക്കെ, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 2 ആയിരുന്നു എങ്കിൽ ഇവിടെ 3 ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ചില വ്യക്തികളും കൂടി ചേർന്നുകൊണ്ട്, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ശക്തിയായിരിക്കാം, ഏഞ്ചൽ ആയിരിക്കാം, നിങ്ങളെ ചേർത്ത് വെക്കുന്ന വ്യക്തികളും കൂടി ഇവിടെ ചേരുന്നതായി കാണുന്നു. 3 ഓഫ് കപ്പ്. ഓക്കെ, സന്തോഷിക്കാൻ. നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾ രണ്ടുപേരും തങ്ങളിൽ ഒന്നാകുമ്പോൾ സന്തോഷിക്കുമ്പോൾ ഇവിടെ ഏഞ്ചൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടായ എല്ലാ കോൺഫ്ലിക്റ്റുകളും, നിങ്ങൾ തങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ തങ്ങളിലോ അടി കൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കിവിടെ ഒരു സമാധാനവും സന്തോഷവും ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സപ്പോർട്ട് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്നതായിട്ടുള്ള സപ്പോർട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സപ്പോർട്ടാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്ത വ്യക്തികളുടെ മുന്നിൽ നിങ്ങളെ വിരുന്നൊരുക്കും. ഓക്കെ, നിങ്ങളെ തള്ളിക്കളഞ്ഞ വ്യക്തികളുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ ഉയർത്തി മാനിക്കും. ഓക്കെ, ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഓക്കെ, എംപറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജാവാകുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് നിൽക്കുന്ന എനർജിയാണോ? യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്നതായ ആ ഒരു വിശ്വാസം എന്ന ഭ്രൂണം 9 മാസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ് അത് പുറത്ത് വരുന്ന സമയം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങളെ രാജാവാക്കും. നിങ്ങൾ ഇത്രയും നാൾ യാചകനായി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ രാജാവാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. എല്ലാ വ്യക്തികളെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക്കും. ഓക്കെ, ഇവിടെ ഹീറോഫെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിശാലിയും സാമ്പത്തികപരമായിട്ടും നോളജ് പരമായിട്ടും ഒക്കെ ഹൈ ലെവലിൽ ഉദിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ തേജസ് രൂപപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഓക്കെ, എല്ലാ വ്യക്തികളും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. നിങ്ങളുടെ ഉപദേശത്തിനായിട്ട്, നിങ്ങളുടെ ഒരു വാക്കിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ ഈ ഒരു എനർജി നൽകുന്ന, യൂണിവേഴ്സ് നൽകുന്ന ഈ ഒരു എനർജി ഒരു കുഞ്ഞു ഭ്രൂണമാണ്. അതിനെ നിങ്ങൾ പെട്ടെന്ന് നാളെ തന്നെ അത് നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം നിങ്ങളത് നശിപ്പിച്ച് കളയാതെ നിങ്ങളതിനെ പരിപാലിച്ച് നിങ്ങളതിനെ ആരോഗ്യത്തോടു കൂടി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിലയിൽ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചില തോട്ടുകൾ കാരണമാണ് നിങ്ങൾക്കിവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ചിന്തകൾ, നിങ്ങൾ നേരെ ചിന്തിക്കുന്നതിന് പകരം പെട്ടെന്ന് നിങ്ങൾക്ക് 2 മിനിറ്റ് ഒന്ന് വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളോട് സപ്പോർട്ടിനുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പർ കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 4, 5, 20, 2, 3, 5, 1, 10, 2, 7, 14, 5, 12, 3, 6, 2, 1, 9, 21, 3. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതാണ്. ഇവിടെ എല്ലാ സോഡിയാക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വേൾഡിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എല്ലാ സോഡിയാക് സൈനും ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, ഇഗ്നോർ ചെയ്യരുതേ. കാരണം
ഒരു വീഡിയോ എന്നെപ്പോലെ തന്നെ എല്ലാ ടാരോ റീഡറും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോ ഇടുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നെപ്പോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.